ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബീഫ് ഫ്രൈ ആണ്. വളരെ ടേസ്റ്റിയായി നമുക്കൊരു ബീഫ് ഫ്രൈ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ ഇവിടെ ബീഫ് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ വെളുത്തുള്ളി, പച്ചമുളക്, ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇരുന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇതാ ബീഫും ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പച്ചമുളകും നമ്മൾ ബീഫിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും. ഇനി നമുക്ക് എരിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഗരം മസാലയാണ്. 1/2 സ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു അല്പം വെള്ളവും കൂടി ചേർത്ത് ഈ ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. തോന വെള്ളം ചേർത്ത് കൊടുക്കൽ, ഒരു അല്പം വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ബീഫ് വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിതാ ഇതിനൊരു താളിപ്പ് തയ്യാറാക്കിയെടുക്കാം. ഒരു ചട്ടി വെച്ചെടുത്ത ശേഷം അതിലേക്ക് നമുക്കിതാ തേങ്ങ കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അത് നമുക്കിതാ ഈ വെളിച്ചെണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ തേങ്ങ ഒന്ന് മൂത്ത് വരുമ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. നമ്മൾ ഈ ബീഫ് ഫ്രൈക്ക് ചെറിയുള്ളി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, നമ്മൾ സവാള ചേർത്ത് കൊടുക്കുന്നില്ല. ചെറിയുള്ളി ചേർത്ത് കൊടുത്താലാണ് ഈ ബീഫ് ഫ്രൈക്ക് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ചെറുതുള്ളി ഇതുപോലൊന്ന് നീളത്തിലൊന്ന് കട്ട് ചെയ്തതാണ്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷമാണ് നമ്മളിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ ബീഫൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയും തേങ്ങയൊക്കെ കുറച്ചൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് കളർ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഒന്ന് ചേർത്ത് കൊടുക്കണം. നമ്മൾ തേങ്ങാക്കൊത്തിട്ടാണ് ബീഫ് വരട്ടിയെടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് നമ്മുടെ ബീഫിൻ്റെ കൂടെ ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ബീഫ് ഫ്രൈക്ക്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതാ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് വരണം ഇത്. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇതൊന്ന് നമ്മൾ വഴറ്റിയെടുക്കാൻ. ഇതുപോലെ തന്നെ നമുക്ക് കൈയടക്കാതെ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. എന്നാലും ഇത് നന്നായിട്ട് നിറമൊക്കെ മാറി നന്നായിട്ടൊന്ന് വഴണ്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണമാണ് നമ്മുടെ ബീഫ് ഫ്രൈക്ക്. അതുപോലെ തന്നെ നമുക്ക് എരിക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി ചേർക്കുമ്പോൾ നല്ലൊരു കളറും കൂടെ വരുന്നതാണ് നമ്മുടെ ഫ്രൈക്ക്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. ഇനി നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതുപോലെ ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, എന്നാലേ നന്നായിട്ടൊന്ന് ഫ്രൈ ആയത് വരത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ടൊന്ന് വരണ്ട് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇനിയും കാണുന്നതുവരെ ബൈ ആൻഡ് താങ്ക് ഫോർ വാച്ചിങ്.